പാവപ്പെട്ടവരുടെ മദീനയാണ് അത്ര അജ്മീർ. പാവപ്പെട്ടവരുടെ മദീനയാണ് അജ്മീർ എന്നാ പറയുന്നത്. മോനെ ആ ക്ലിപ്പ് വന്നിട്ടെ. अजमेर तेरा ख्वाजा मस्तों का मदीना है. ഖാജാ അങ്ങയുടെ അജ്മീർ പാവങ്ങളുടെ മദീനയാണ്. പാവങ്ങളുടെ മദീനയാണ്. മദീനയിലെത്താൻ കഴിയാത്തവർക്ക് കടന്നു ചെല്ലാനുള്ള ആശാ കേന്ദ്രമാണ് അജ്മീർ. ഈ ഇന്ത്യയിൽ ഏതു ഭരണാധികാരികൾ വന്നാലും, ഏത് രാജാക്കന്മാർ മാറി മറിഞ്ഞു കടന്നു വന്നാലും അവരെല്ലാം അജ്മീറിലെ അടിമകൾ മാത്രമാണ്. എങ്ങനെയുണ്ട്? മദീനത്ത് പോകാൻ കഴിയാത്ത, നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മക്കയും മദീനയും കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ മദീനത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകാം? ഒരു പാവപ്പെട്ട ഒരാള് നമ്മുടെ വാഴക്കാടുള്ള EK സുന്നിയായ ഒരു പാവപ്പെട്ട ബഷീർ പറയാണ്, ഞാൻ മദീനത്ത് പോവുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക? സൗദി അറേബ്യ. അപ്പം പറയണ അല്ലല്ല, അജ്മീറില്. അജ്മീർ എന്നാടോ മദീനയായത്? ഫൈസി പറഞ്ഞ കേട്ടില്ലേ? പാവപ്പെട്ടവരുടെ ഇതൊക്കെ ഇവരുടെ കൂട്ടത്തിലെ ഓരോ ഉസ്താദുമാരും പറയുന്ന എന്തറിയോ? ഇതിൽ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം പറയാം. നിങ്ങൾക്ക് മദീനയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പരിശുദ്ധ ഹറം ഉൾക്കൊള്ളുന്ന മദീനയിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ടോ? അജ്മീറിന്റെ ഉള്ളിൽ കഞ്ചാവ് വിറ്റിട്ട് പിടിച്ച റിപ്പോർട്ട് എത്രയുള്ളത്? അജ്മീറിനുള്ളിൽ കൊലപാതകം നടക്കുന്നു, അജ്മീറിനുള്ളിൽ വ്യഭിചാരം നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയുന്നതല്ല. അല്ലാഹ് ഹറാമാക്കിയ മുഴുവനും ഒന്നിച്ച് കിട്ടുന്ന കള്ളുഷാപ്പിൽ വേശ്യാലയത്തിലല്ല, ദർഗയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞല്ല. അബ്ദുസ്സമദ് സമദാനി മദീനയിലേക്കുള്ള പാത ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പുണ്ട്. എല്ലാ ഹറാമും ഒന്നിച്ച് കിട്ടുന്ന സ്ഥലമാണ് ദർഗ എന്ന് സമദാനി പറഞ്ഞതാണ്. സമദാനി മുജാഹിദല്ല. മാത്രമല്ല, ഇത് പറയുന്ന എന്നോട് മുമ്പർക്ക് വലിയ വിഷമവുക. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഹറാമും. നിങ്ങൾ നോക്കേ, അജ്മീറിൽ നിങ്ങൾ പത്രത്തിലെടുത്തോ, നിങ്ങൾ അവിടെ നടന്ന കുറ്റകൃത്യങ്ങൾ പഠിച്ചോ. ആ കുറ്റകൃത്യങ്ങളിൽ കഞ്ചാവുണ്ട്, മദ്യമുണ്ട്, വ്യഭിചാരമുണ്ട്, സ്വവർഗരതി, എല്ലാം അല്ലാഹ് വിലക്കിയ ഹറാമും ഒന്നിച്ച് നടക്കുന്ന അജ്മീറിനെ പറ്റി എന്താ പറയുന്നത്? മദീനയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ മദീനയെ ഏതിനോടാ തുലനം ചെയ്യുന്നത്? ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. പടച്ചോനോർത്തിട്ട് പശ്ചാത്തപിച്ച് തിരിഞ്ഞു മടങ്ങി അള്ളാഹുവിനോട് പൊറുക്കല്ലത്തേട്. ആ മുത്തുനബി തീർത്ത, ഒരു തുള്ളി മദ്യപാനമില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത ആ മദീന ഉൾക്കൊള്ളുന്ന മദീനയുടെ പരിശുദ്ധതയോട് ഈ അജ്മീറിനെ തുലനം ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ പ്രിയപ്പെട്ടവരെ ഈമാൻ ഉണ്ടാവും? നിങ്ങൾ ചിന്തിക്കും. പടച്ചോ നിങ്ങളെ കാക്കട്ടെ. ഞാൻ ഈ ജനങ്ങളോട് ഓൺലൈനിലൊക്കെ അത് കേൾക്കുന്ന പല സ്ഥലത്തും, രാമനാട്ടുരയിൽ നിന്ന്, അവിടുന്ന് ഇവിടുന്ന്, മഞ്ചേരിയിൽ നിന്ന്, അപ്പുറത്തുനിന്ന്, കാഞ്ഞങ്ങാട് ഒക്കെ വരുന്ന ആളുകളുണ്ട് അവിടെ. ആ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വിജയിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദിന് മാത്രം മെച്ചമെന്നല്ലാതെ, ആ കമ്മിറ്റിക്കാർക്കൊന്നല്ലാതെ നിങ്ങൾക്കോ നിങ്ങളുടെ ദുനിയാവിനോ നിങ്ങളുടെ ആഖിറത്തിനോ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് നിങ്ങൾ ഒരാളും വിചാരിക്കരുത്. വലിയ അബദ്ധത്തിലാണ് നിങ്ങൾ ചെന്നുപെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.